ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ 13ാമത്തെ പാഠം ആരുടെ കുപ്പായമാണ്. അപ്പൊ അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നോക്കിയാലോ. ആരുടെ കുപ്പായം. നിങ്ങൾക്കും കുപ്പായം ഇഷ്ടമല്ലേ? പുതിയ കുപ്പായം കിട്ടുമ്പോൾ വളരെ സന്തോഷമല്ലേ? നമുക്ക് വായിച്ചു നോക്കിയാലോ. തെക്കൻ കാറ്റിൽ പാറി വരുന്നു ദിക്കറിയാതൊരു കുപ്പായം, വെളുവെളുത്തൊരു കുപ്പായം, പതുപതുത്തൊരു കുപ്പായം, ചെറിയോരു ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം, വലിയൊരു ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം, ചെളി പറ്റാത്തൊരു കുപ്പായം, പൊടി പറ്റാത്തൊരു കുപ്പായം, ആര് തുന്നിയ കുപ്പായം, ആരുടെയാണീ കുപ്പായം? തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം, ചുടുചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം, മഴ പെയ്യണ കാലത്ത് കുട പിടിക്കും കുപ്പായം, ആരു തുന്നിയ കുപ്പായം, ആരുടെയാണീ കുപ്പായം? കുട്ടികൾ ഒന്നായി കൂടുന്നു, കുട്ടികൾ ഒന്നായി പാടുന്നു, ഞങ്ങളുടെയാണീ കുപ്പായം, ഞങ്ങളുടെയാണീ കുപ്പായം, ഞങ്ങളുടെയാണീ കുപ്പായം, ഞങ്ങൾ എല്ലാവർക്കും കുപ്പായം. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കവിത? എന്താണ് ഇതിൽ പറയുന്നത്? കുപ്പായത്തെ കുറിച്ചാണല്ലേ. തെക്കൻ കാറ്റിൽ ആരാ പാറി വരുന്നത്? ദിക്കറിയാതെ ഒരു കുപ്പായം വരുന്നുണ്ട്. നിറമെന്താ? വെളുവെളുത്ത കുപ്പായം, പതുപതുത്ത കുപ്പായം. ചെറിയവര് ധരിക്കുമ്പോൾ കുപ്പായം എന്താകുന്നു? ചെറുതാകുന്നു. വലിയവര് ധരിക്കുമ്പോഴോ വലുതാകുന്നു. ചെളിയൊന്നും പറ്റാത്ത, പൊടിയൊന്നും പറ്റാത്ത ഈ കുപ്പായം ആര് തുന്നിയതെന്നാണ് ചോദിക്കുന്നത്. ആരുടെയാണ് ഈ കുപ്പായം എന്നാണ് ചോദിക്കുന്നത്. തണുക്കുന്ന കാലത്ത് നമ്മൾ എന്ത് ചെയ്യും? നല്ല തണുപ്പുള്ള കാലത്ത് കമ്പിളി കുപ്പായം അണിയും അല്ലേ. ചൂടുള്ള കാലത്തോ ചൂട് കുറഞ്ഞ കുപ്പായങ്ങൾ അണിയും അല്ലേ. മഴ പെയ്യണ കാലത്ത് കുപ്പായം കുട പിടിക്കും. ഇത് തുന്നിയത് ആരാ? ആരുടെയാണ് ഈ കുപ്പായം എന്നാണ് ചോദിക്കുന്നത്. കുട്ടികൾ ഒന്നായിട്ട് പറയുകയാണ്. എന്താ പാടുന്നത് കുട്ടികൾ ഒന്നായി? ഞങ്ങളുടെയാണ് ഈ കുപ്പായം, ഞങ്ങളുടെയാണ് ഈ കുപ്പായം എന്ന് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾ എല്ലാവർക്കും കുപ്പായം എന്ന് പറയുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടല്ലേ? എങ്കിൽ നോക്കിയേ, അവിടെ ഒരു ചോദ്യമുണ്ട്. ഏതെല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട് പറഞ്ഞു നോക്കൂ. നിങ്ങൾ ഏതെല്ലാം വസ്ത്രങ്ങൾ കണ്ടിട്ടുണ്ട്? കുഞ്ഞു കുട്ടികൾ അണിയുന്ന ഫ്രോക്ക്, മിഡി, പിന്നെ അമ്മമാരണിയുന്ന സാരി, ചുരിദാറ്, ടോപ്പ്, പാൻസ്, ഷർട്ട്, മുണ്ട്, അങ്ങനെ ഒരുപാട് കുപ്പായങ്ങളുണ്ടല്ലേ മക്കളെ. നിങ്ങൾ പറഞ്ഞു നോക്കണേ. ഒത്തിരി ഇഷ്ടം. സ്കൂൾ വിട്ട് വന്ന ഋതിക വേഗം നടന്നു. കടപ്പുറത്തെത്തണം, സോഫി ചേച്ചിയെ കാണണം, കുറെ മത്സ്യം വിറ്റ് സഹായിക്കണം. മോളെ ഋതികയെ, സോഫി ചേച്ചി വിളിച്ചു. ശബ്ദം കേട്ട് ഋതിക ഓടിച്ചെന്നു. കുറെ മത്സ്യം വാങ്ങി അടുത്തുള്ള ഹോട്ടലിൽ കൊടുത്തു. കിട്ടിയ പണം സോഫി ചേച്ചിക്ക് കൊടുത്തു. സന്ധ്യയാകും മുമ്പ് രണ്ടുപേരും മടങ്ങി. വരുന്ന വഴി സോഫി ചേച്ചി ഔഷധശാലയിൽ കയറി മരുന്ന് വാങ്ങി. വീട്ടിലെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, നാളെ പെരുന്നാളല്ലേ മോളെ, ഇതാ നിനക്കൊരു ഉടുപ്പ്. വേണ്ടായിരുന്നമ്മേ, സാരമില്ല മോളെ. അപ്പൊ എന്താ പറയുന്നത്? ഋതിക സ്കൂൾ വിട്ട് വന്നതിന് ശേഷം എവിടെ പോയി? സോഫി ചേച്ചിയെ കാണാൻ പോയി. സോഫി ചേച്ചി അവൾ എന്ന് സഹായിക്കാറുണ്ട്. സ്കൂൾ വിട്ട് വന്നതിന് ശേഷം മത്സ്യം വിറ്റ് സഹായിക്കുമല്ലേ. സോഫി ചേച്ചിയുടെ കൂടെ പോയി മത്സ്യമൊക്കെ വിറ്റു. ഇങ്ങനെ അടുത്തുള്ള ഹോട്ടലിൽ കൊണ്ടുപോയി മത്സ്യം കൊടുത്തു. കിട്ടിയ പണം സോഫി ചേച്ചിക്ക് കൊടുത്തു. സന്ധ്യയാകുന്നതിന് മുന്നേ രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങിയ വഴി എവിടെ കയറി? സോഫി ചേച്ചി ഔഷധശാലയിൽ കയറി മരുന്ന് വാങ്ങി. വീട്ടിലെത്തിയപ്പോഴോ പെരുന്നാളായതുകൊണ്ട് ഋതികയുടെ അമ്മ ഒരു കുഞ്ഞുടുപ്പ് വാങ്ങി വെച്ചിരുന്നു. അപ്പോ ഋതിക വേണ്ടായിരുന്നു അമ്മയെന്ന് പറയുന്നു. എങ്കിലും അമ്മ സാരമില്ല മോളെ എന്ന് പറയുന്നു. നമുക്ക് ബാക്കി വായിക്കാം. ഋതിക ആ ഉടുപ്പുമായി പുറത്തേക്കിറങ്ങി. എന്താ ഇത്ര ധൃതി? ഉടുപ്പ് ചോദിച്ചു. നിന്നെ ഒരിടത്ത് എത്തിക്കാനാ. അതെന്താ, എന്നെ ഇഷ്ടമായില്ലേ? ഒത്തിരി ഇഷ്ടമായി, അതുകൊണ്ടാ. ഋതിക സോഫിയേച്ചിയുടെ വീട്ടിലെത്തി. എന്തൊരു വൃത്തി, അവൾ മനസ്സിൽ പറഞ്ഞു. തിണ്ണയിൽ ആ ഉടുപ്പ് മടക്കി വെച്ചു. സോഫിയേച്ചി, ദേ ജിയയ്ക്കൊരു സ്നേഹ സമ്മാനം ഇവിടെ വെച്ചിട്ടുണ്ട്. അവൾ ഉടുപ്പിനോട് കൈവീശി. ഉടുപ്പും കൈവീശി. ഒപ്പം സോഫിയേച്ചിയും ചിരിച്ചുകൊണ്ട് കൈവീശി. അമ്മ പെരുന്നാളായിട്ട് വാങ്ങിക്കൊടുത്ത ഉടുപ്പ് ജിയയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഋതിക എവിടെ കൊണ്ടുപോയി? സോഫിയേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി അല്ലെ. അവിടെ ചെന്നപ്പോൾ അവിടെ എല്ലായിടത്തും നല്ല വൃത്തിയാണ് എന്ന് ഋതിക മനസ്സിൽ പറഞ്ഞു. എന്നിട്ട് തിണ്ണയിൽ ഉടുപ്പ് മടക്കി വെച്ചിട്ട് അത് ജിയയ്ക്ക് കൊടുക്കാൻ സോഫിയേച്ചിയോട് പറഞ്ഞിട്ട് ഉടുപ്പിന് ടാറ്റയൊക്കെ പറഞ്ഞ് ഋതിക വീട്ടിലേക്ക് മടങ്ങി.
കണ്ടെത്തൂ എന്ന് പറഞ്ഞ് താഴെ നോക്കിയേ. ഈ കഥയിലെ ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ്? ആ വരികൾക്കെല്ലാം അടിവരയിടൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം അടിവരയിടുക. എനിക്കിഷ്ടപ്പെട്ടത് സോഫിയേച്ചിയുടെ വീട്ടില് ഉടുപ്പ് കൊണ്ടു കൊടുക്കാൻ പോയ ഭാഗമാണ്. ഋതിക സോഫിയേച്ചിയുടെ വീട്ടിലെത്തി. എന്തൊരു വൃത്തി, അവൾ മനസ്സിൽ പറഞ്ഞു. തിണ്ണയിൽ ആ ഉടുപ്പ് മടക്കി വെച്ചു. സോഫിയേച്ചി ജിയയ്ക്ക് ഒരു സ്നേഹ സമ്മാനം ഇവിടെ വെച്ചിട്ടുണ്ട്, അതുവരെ അടിവരയിടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗം നിങ്ങൾക്ക് അടിവരയിടാവുന്നതാണ്. ഇനി നോക്കൂ പ്രവർത്തനം. സോഫിയേച്ചിയുടെ വീടിന് നല്ല വൃത്തി, വീട്ടുകാർക്കും വൃത്തി വേണ്ടേ? വേണമല്ലേ? എന്തെല്ലാമാണ് വൃത്തിയുള്ള വീടാകാൻ വേണ്ടത്? കൂട്ടുകാരുമായി ആലോചിച്ച് എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കിയേ, മാറാല അടിക്കുന്നത് കാണാം, പിന്നെയോ മിറ്റം തൂക്കുന്നത് കാണാം, അതുപോലെ നിലം തുടയ്ക്കുന്നത് കാണാം, കുളിക്കുന്നത് കാണാം, പല്ല് തേക്കുന്നത് കാണാം. അപ്പൊ നമുക്ക് വീടിന്റെ വൃത്തിയെ കുറിച്ച് എഴുതിയാലോ? വീടിന് വൃത്തി: അടിച്ചു വാരുക, തറ തുടയ്ക്കുക, പാത്രങ്ങൾ കഴുകി അടുക്കി വെക്കുക, മാറാല അടിക്കുക, തുണി മടക്കി വെക്കുക. അടുത്തു നോക്കിയേ, വീട്ടുകാർക്ക് വൃത്തി. എന്തെല്ലാം എഴുതാം? 2 നേരം പല്ലു തേക്കണം, 2 നേരം കുളിക്കണം, നഖം വെട്ടണം, മുടി ചീകി ഒതുക്കി കെട്ടിവെക്കണം, വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, ആഹാരത്തിന് മുമ്പും ശേഷവും കൈ കഴുകണം. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എഴുതി ചേർക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കൂ. വസ്ത്രം വരച്ച് നിറം നൽകാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുഞ്ഞുടുപ്പ് വരച്ച് നിറം നൽകാവുന്നതാണ്. അടുത്ത പ്രവർത്തനം, യൂണിഫോം ധരിക്കുന്നവർ ആരെല്ലാം? ചിത്രം നോക്കൂ. നഴ്സ്, ഡോക്ടർ, പോസ്റ്റ്മാൻ, ഹരിതകർമ്മസേന, പോലീസ്. അപ്പൊ നമുക്ക് എഴുതാം. അവിടെ പോലീസുകാർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നഴ്സ്, ഡോക്ടർ, പോസ്റ്റ്മാൻ, ഹരിതകർമ്മസേന, വക്കീൽ, പട്ടാളക്കാർ, സ്കൂൾ കുട്ടികൾ, ഡ്രൈവർ, കണ്ടക്ടർ, സെയിൽസ്മാൻ. കൂടുതൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. സാങ്കല്പിക ഡയറി. ഋതിക അന്ന് ഡയറി എഴുതിയാൽ ചുവടെയുള്ള ചിത്രത്തിലെ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണേ. അവിടെ നോക്കൂ, ചിത്രത്തിൽ എന്താ? സോഫിയേച്ചി, കൂടെ ആരും ഉണ്ട്? ഋതികയും ഉണ്ട്. ഋതിക എവിടേക്കാണ് സോഫിയേച്ചി എന്ന് ചോദിക്കുന്നുണ്ടാകാം. അപ്പൊ സോഫിയേച്ചി എന്ത് പറയും? ഔഷധശാലയിലേക്ക് എന്ന് പറയും അല്ലേ? ഔഷധശാലയുടെ ചിത്രവും ഉണ്ട്. അപ്പൊ നോക്കൂ, ഡേറ്റ് വെക്കണം. എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്ന് പതിവ് പോലെ സോഫിയേച്ചിയെ മീൻ വിൽക്കാൻ സഹായിച്ചു. തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി ചേച്ചി ഔഷധശാലയിൽ കയറി മരുന്ന് വാങ്ങി. ചേച്ചിക്ക് എന്നും അസുഖമാണ്. വീട്ടിലെത്തിയപ്പോൾ പെരുന്നാൾ ആയതുകൊണ്ട് അമ്മ വാങ്ങി വെച്ചിരുന്ന പുതിയ ഉടുപ്പ് എനിക്ക് തന്നു. അത് ഞാൻ സോഫിയേച്ചിയുടെ മകൾ ജിയയ്ക്ക് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. അവൾക്ക് നല്ല ഉടുപ്പില്ല. സോഫിയേച്ചിക്കും മകൾക്കും വളരെ സന്തോഷമായി, എനിക്കും വളരെ സന്തോഷമായി. ഇതറിഞ്ഞ് അമ്മ എന്നെ അഭിനന്ദിച്ചു. ഇന്ന് അങ്ങനെ നല്ലൊരു ദിവസമായിരുന്നു. ഈ പാഠഭാഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ കുഞ്ഞെഴുത്ത് പ്രവർത്തന ബുക്കിലെ പ്രവർത്തനങ്ങളുമായി കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.